2025 ലോകം വരവേൽക്കുമ്പോൾ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് അന്ന് ശാസ്ത്രജ്ഞർ ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അതിൽ ചില പ്രവചനങ്ങൾ അത്ഭുതകരമായി സത്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്നും അവയിൽ ഏതൊക്കെ ഇന്ന് പ്രാവർത്തികമായിട്ടുണ്ടെന്നും ഇല്ലെന്നും പരിശോധിക്കാം. 1. ഹോളോഗ്രാം സർജറി. പ്രഗത്ഭരായ ശസ്ത്രക്രിയാ വിദഗ്ധർ രോഗികളുടെ അടുത്തേക്ക് യാത്ര ചെയ്ത് സമയം കളയേണ്ടതില്ല. പകരം രോഗിയുടെ ഹോളോഗ്രാമിൽ ഒരു പ്രത്യേക തരം ഗ്ലൗസ് ഉപയോഗിച്ച് സർജറി നടത്താം. അപ്പോൾ രോഗിയുടെ അടുത്ത് നിന്ന് ഒരു റോബോട്ട് സർജൻ ചെയ്യുന്നത് അതേപോലെ അനുകരിക്കും. ആ പ്രവചനം അതുപോലെ ശരിയായിട്ടില്ലെങ്കിലും റോബോട്ടിന്റെ സാന്നിധ്യം ഇന്ന് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഫീൽഡിൽ സജീവമാണ്. 2. സൈബർ സ്പേസിലെ കലാപങ്ങൾ. ഇന്റർനെറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത് ബാങ്കുകളും ബിസിനസ് ലോകത്തെ അധിപന്മാരുമായിരിക്കും. ഹാക്കിംഗ്, സൈബർ സ്പേസ് റൈറ്റ്സ് ഒക്കെ സജീവമാകും. ഈ ഒരു പ്രവചനം പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കലാപങ്ങളൊന്നും സൈബർ സ്പേസിൽ നടക്കുന്നില്ലെങ്കിലും ഇന്ന് ഹാക്കിങ്ങിന്റെ കാലമാണെന്ന് പറയാം. അടുത്തത് ആസ്ട്രോയിഡ് മൈനിങ്. ഭൂമിയിൽ നിന്ന് ലോഹങ്ങൾ ഖനനം ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. പക്ഷെ ബഹിരാകാശത്ത് നിന്ന് ലോഹങ്ങൾ ഖനനം ചെയ്താലോ? അത് മാത്രമല്ല, ബഹിരാകാശത്ത് ഒരുപാട് അവശിഷ്ടങ്ങൾ അഥവാ ഡെബ്രി സജീവമാകും. വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഇത്തരം അവശിഷ്ടങ്ങൾ ബഹിരാകാശ യാത്രികർക്ക് അപകടമായേക്കും. അവയുടെ വേഗത കുറയ്ക്കാനായി ഒരു ഭീമാകാരമായ ഫോം ജെൽ ഉണ്ടാകും. ആസ്ട്രോയിഡ് മൈനിങ്ങും ഫോം ജെല്ലും നിലവിലില്ല. പക്ഷെ മൈനിങ്ങിന് ഇനിയും സാധ്യതയുണ്ട്. കാരണം അതിലൂടെ ലഭ്യമാകുന്ന ടെക്നോളജിയുടെ സാധ്യതകൾ വളരെ ആധുനികമാണെന്ന് ഫ്യൂച്ചറിസ്റ്റായ ടോം ചീസ്റൈറ്റ് പറയുന്നു. സ്പേസ് ചങ്കും നിലവിലെ ഒരു പ്രശ്നമാണ്. അടുത്തത് ശരീരത്തിലെ മൈക്രോചിപ്പ് ഉപയോഗിച്ചുള്ള ബാങ്കിങ്. ബാങ്കിലെത്തിയാൽ നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മൈക്രോചിപ്പ് സ്കാൻ ചെയ്ത് ബാങ്കിങ് നടത്താം. ആ പ്രവചനം നിലവിൽ വന്നു കഴിഞ്ഞതാണ്. മറ്റൊരു രസകരമായ പ്രവചനം സ്മാർട്ട് സ്പീക്കറും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്ലോട്ടിംഗ് ഹെഡിൻ്റേതുമാണ്. സ്പീക്കറിൽ നിന്ന് തലയൊന്നും പൊങ്ങി വന്നില്ലെങ്കിലും അലക്സ, സിറി ഒക്കെ ഇന്നത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും പരിചിതമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ശാസ്ത്രലോകത്തിന്റെ പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിയായിരുന്നു. എന്നാൽ ശാസ്ത്രത്തിന്റെ മുന്നേറ്റം മാത്രമല്ല, ലോകത്തിൽ സംഭവിച്ചേക്കാവുന്ന ചില ദുരന്തങ്ങളും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. നോസ്ട്രഡാമസ് ഓഫ് ദി ബാൽക്കൺസ് എന്നറിയപ്പെടുന്ന ബാബ വാങ്ക 2025 ഭൂമിയിൽ ഏലിയൻ എൻകൗണ്ടർ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ചെർണോബിൽ ദുരന്തം, 9/11 അറ്റാക്ക്, സുനാമി തുടങ്ങി വാങ്കയുടെ പല പ്രവചനങ്ങളും ശരിയായി വന്നിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് എത്തുന്ന വർഷമാകുമോ ഇത് എന്ന് കണ്ടു തന്നെ അറിയാം. 2026 ഒരു ആസ്ട്രോയിഡ് കൊളീഷൻ മൂലം ലോകം അവസാനിക്കുമെന്നും ഒരു ആത്മീയ സംഘടന പ്രവചിച്ചിട്ടുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് 10ലേറെ പ്രവചനങ്ങൾ ഇതിനോടകം വന്നിട്ടുമുണ്ട്. ഒരു ദിവസം ഒറ്റയടിക്ക് ലോകം അവസാനിച്ചില്ലെങ്കിലും പതിയെ അതിലേക്ക് നയിക്കുന്ന പ്രവർത്തികൾ മനുഷ്യരിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം.